ഞാൻ ഉമേഷിലേക്ക് പോകുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ DGP കൊടുത്തിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ അൻവർ ഉന്നയിച്ച 9 ആരോപണങ്ങളും തൃശൂർ പൂരവുമായി ബന്ധപ്പെടുത്തിയും RSSുമായി ബന്ധപ്പെടുത്തിയുമുള്ള പരാതികളുമുണ്ട്. ഇതിൽ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുള്ളത് പ്രത്യേക അന്വേഷണം അതിപ്പോൾ ഉത്തരവായിട്ടേ ഉള്ളൂ. പക്ഷേ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട 2 പരാതികളുണ്ട്. ആ 2 പരാതിയും അൻവർ ഉന്നയിച്ചിരിക്കുന്ന 9 പരാതികളും ചേർത്ത് 11 പരാതികളാണ് ഈ DGP അന്വേഷിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. മാമി തിരോധാന കേസടക്കം, റിദാൻ കേസടക്കം, സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട വിഷയമടക്കം, അനധികൃത സ്വത്ത് സമ്പാദനമടക്കം 9 വിഷയങ്ങളാണ് ഇതിൽ അൻവർ കൊടുത്തിരുന്നത്. ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ പല ചോദ്യങ്ങൾക്കും ADGPക്ക് ഉത്തരം നൽകാൻ സാധിച്ചില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ PV അൻവർ ഉന്നയിച്ച പല ആരോപണങ്ങളും ശരിയാണെന്ന് തെളിയും. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും ശരിവെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടായിരിക്കുമോ ഇപ്പോൾ മുഖ്യമന്ത്രി കാണാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ ഇനി അല്പസമയം പോലും അദ്ദേഹത്തെ ആ ചുമതലയിൽ നിർത്താൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ലല്ലോ, അല്ലേ? തീർച്ചയായും അത്തരമൊരു റിപ്പോർട്ടാണ് DGP സമർപ്പിക്കുന്നതെങ്കിൽ അടിയന്തര നടപടിയിലേക്ക് സർക്കാർ കടക്കേണ്ടി വരും. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുമായി രാഷ്ട്രീയ ചുമതലകളുള്ള എല്ലാവരും ഒന്നിച്ച് യോഗം ചേരുന്നത്. നിലവിൽ അടിയന്തരമായ നടപടിയിലേക്ക് കടക്കേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് DGP റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിൻ്റെ വിശദാംശങ്ങൾ പഠിക്കുകയാണ്. നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം ഈ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായ കൺക്ലൂഷനിലേക്ക് DGP എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രൊസീജിയറൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ ഉണ്ട് എന്നും പുറത്തു വരുന്നുണ്ട്. ആ രീതിയിലാണെങ്കിൽ ഒരുപക്ഷെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ആ വിഷയത്തിലായിരിക്കും ഉടനടി നടപടി ഉണ്ടാകാൻ പോകുന്നത്. മറ്റു 2 വിഷയങ്ങൾ, ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് മറ്റൊരു അന്വേഷണം നടക്കുന്നുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിജിലൻസ് അന്വേഷണവും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നുള്ള ശുപാർശയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്നുള്ള ആവശ്യമോ ആയിരിക്കും റിപ്പോർട്ടിൽ ഉണ്ടാകാൻ സാധ്യത. പക്ഷേ ഈ നടപടിക്രമങ്ങളിൽ ഈ RSS നേതാക്കളെ കണ്ടതിലെ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളത് റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ മാത്രമായിരിക്കും അടിയന്തര നടപടി ഉണ്ടാകാൻ പോവുക. അതിൽ എന്ത് നടപടി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. ഒന്നുകിൽ ADGP MR അജിത് കുമാറിനെ ഈ സസ്പെൻഡ് ചെയ്തുകൊണ്ട് തുടരാനായിട്ട്, കാരണം വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്, വിജിലൻസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു കൃത്യമായ നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അല്ല എങ്കിൽ ഈ ADGP MR അജിത് കുമാറിനെ ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള തുടരന്വേഷണം. എന്തായാലും CPI കൂടി ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരാമർശം, അതായത് DGPയുടെ റിപ്പോർട്ടിലെ പരാമർശം, അതിലുള്ള ശുപാർശകൾ നിലവിൽ പുറത്തുവരുന്ന വിവരപ്രകാരം നടപടിക്ക് ഈ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരു നടപടിക്കും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നില്ല. റിപ്പോർട്ടിൽ ടേംസ് ഓഫ് റെഫറൻസ്, അതായത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശിച്ച കാര്യങ്ങളിൽ കണ്ടെത്തിയ വിവരങ്ങൾ മാത്രമാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഹൊസമളയെ കണ്ടത്, റാം മാധവനെ കണ്ടത്, വത്സൽ തില്ലങ്കരിയെ കണ്ടതടക്കം ഈ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രൊസീജിയറൽ ലാപ്സ് ഉണ്ടായി എന്നാണ് DGPയുടെ റിപ്പോർട്ടിൽ പറയുന്നതെങ്കിൽ അതിന് ഏറിപ്പോയാൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുക, സസ്പെൻഷനിലേക്ക് കടക്കുമോ എന്നതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്ക് റോഷിപ്പാലിലേക്ക് കൂടി ഒന്ന് പോകാം. റോഷിപ്പാൽ ഇപ്പോൾ ക്ലിഫ് ഹൗസിന് മുന്നിലുണ്ട്. റോഷിപ്പാൽ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി അടക്കം ക്ലിഫ് ഹൗസിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. DGP ക്ലിഫ് ഹൗസിലേക്ക് എത്തിയിട്ടുണ്ടോ? തിരക്കിട്ട കൂടിയാലോചനകൾ ക്ലിഫ് ഹൗസിൽ നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് അല്പസമയത്തിനുള്ളിൽ ADGPയുടെ കാര്യത്തിലൊരു തീരുമാനമുണ്ടാകുമോ? റോഷിപ്പാൽ. അരുൺകുമാർ, ADGP MR അജിത് കുമാറിനെതിരെയുള്ള നടപടി ഏറെ താമസിയാതെ ഉണ്ടാകാനാണ് സാധ്യത. കാരണം നാളെ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാക്കി മുഖ്യമന്ത്രിക്കെതിരെ കൊണ്ടുവരുന്ന വിഷയം ADGP RSS കൂടിയാലോചന, RSSുമായി നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ്. അതിനൊപ്പം തന്നെ തൃശ്ശൂർ പൂരം കലക്കൽ അടക്കം വിഷയം സഭയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും പ്രതിക്കൂട്ടിലാകുക മുഖ്യമന്ത്രിയാണ്. ADGPക്കെതിരെ നടപടി പോലും സ്വീകരിച്ചില്ലെങ്കിൽ അവിടെ പ്രതിരോധമുയർത്താൻ പോലും സർക്കാരിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ വൈകിപ്പിക്കില്ല. പ്രത്യേകിച്ച് പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിൽ അത് പരിശോധിച്ച് നടപടിയിലേക്ക് കടക്കാനാണ് സാധ്യത. ഏതായാലും അല്പസമയത്തിനകം തന്നെ പോലീസ് മേധാവി ക്ലിഫ് ഹൗസിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ KK രാഗേഷ് ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ മുഴുവൻ ഇപ്പോൾ ക്ലിഫ് ഹൗസിലുണ്ട്.
ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്, തിരക്കിട്ട ചർച്ചകൾ. കാരണം ADGP MR അജിത് കുമാറിനെതിരെ ഏത് തരത്തിലുള്ള നടപടിയാണ് സ്വീകരിക്കുക എന്നതാണ് ഉറ്റുനോക്കുന്നത്. ഒന്ന്, ക്രമസമാധാന ചുമതലയിൽ നിന്നും നീക്കം ചെയ്യുക, അതിനപ്പുറത്തേക്ക് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ ഉണ്ടാവുമോ എന്നതാണ് പ്രധാനപ്പെട്ടത്. കാരണം CPI ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം ഈ നിലവിൽ വൈകിയ സാഹചര്യത്തിൽ ക്രമസമാധാന ചുമതലയിൽ നീക്കം ചെയ്യുന്ന നടപടിയിൽ മാത്രം ഒതുങ്ങുമോ എന്ന് വ്യക്തമല്ല. ഏതായാലും ഇപ്പോഴും പ്രധാനപ്പെട്ട ക്ലിഫ് ഹൗസിൽ പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ കൂടിയാലോചനകളാണ് നടക്കുന്നത്. പ്രധാനപ്പെട്ട പലരും ക്ലിഫ് ഹൗസിലേക്ക് എത്തുന്നുമുണ്ട്. എനിക്ക് ഹോം സെക്രട്ടറി അടക്കം ഒരുപക്ഷേ ക്ലിഫ് ഹൗസിലേക്ക് എത്തിയേക്കാം എന്നുള്ളതാണ്. മാത്രമല്ല റോഷി, ഈ ശബരിമലയിലെ അവലോകന യോഗത്തിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയപ്പോൾ തന്നെ കടുത്ത നടപടിയിലേക്ക് സർക്കാർ പോകുന്നു എന്ന സൂചന നമുക്ക് കിട്ടിയിരുന്നു. ഇനി നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് രാഷ്ട്രീയമായും മുഖ്യമന്ത്രിയും CPM എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ഘട്ടമാണല്ലോ. അതുകൊണ്ട് ഒരുപക്ഷേ ഈ സസ്പെൻഷനിലേക്ക് പോയാലും നമ്മൾ അതിശയിക്കാനില്ല, അല്ലേ? അരുൺകുമാർ, അവിടെയാണ് നേരത്തെ ആരോപണം ഉയർന്ന ആ സാഹചര്യത്തിലാണെങ്കിൽ ഒരുപക്ഷേ ക്രമസമാധാന ചുമതലയിൽ നിന്നും നീക്കം ചെയ്താൽ അത് ഒരുപക്ഷേ തൽക്കാലത്തേക്ക് ഈ വിവാദങ്ങൾ കെട്ടടങ്ങുമായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല സാഹചര്യങ്ങൾ. കാരണം ADGPക്കെതിരെ തുടക്കത്തിൽ PV അന്നൂർ ഉന്നയിച്ച ആ ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് തൃശ്ശൂർ പൂരം കലക്കൽ, അതിനപ്പുറത്തേക്ക് ADGP MR അജിത് കുമാർ RSSന്റെ 2 പ്രധാനപ്പെട്ട നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയിലേക്ക് അതിൻ്റെ ആരോപണങ്ങൾ പ്രതിപക്ഷം എത്തിക്കാൻ ശ്രമിക്കുന്നു. CPI ആണെങ്കിൽ പരസ്യമായി തന്നെ ADGPക്കെതിരെ രംഗത്തെത്തുന്നു. കടുംപിടുത്തം CPIയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ADGPക്കെതിരെ നടപടി വേണം. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇനി ക്രമസമാധാന ചുമതലയിൽ നിന്നും മാത്രം നീക്കം ചെയ്താൽ അവിടെ പ്രശ്നങ്ങൾ അവസാനിക്കാൻ സാധ്യതയില്ല. അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള സസ്പെൻഷൻ അടക്കമുള്ള കടുത്ത നടപടി ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. കാരണം സഭാ സമ്മേളനം നടക്കുകയാണ്. പ്രതിപക്ഷം ഈ തവണ ആയുധമാക്കുന്നതൊക്കെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളാണ്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളാകട്ടെ അത് ഭൂരിഭാഗം ആരോപണങ്ങളും അത് നേരിട്ട് ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെടുന്നതാണ്. അത് സ്വർണം പൊട്ടിക്കലായാലും മാമി തിരോധാനമായാലും തൃശ്ശൂർ പൂരം കലക്കൽ വിവാദം അടക്കം എല്ലാ വിഷയത്തിലും നേരിട്ട് ADGP MR അജിത് കുമാറിനെ ചേർത്ത് നിർത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുക അത്ര എളുപ്പമല്ല. അതും ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടിയിൽ ഒതുങ്ങാനുള്ള സാധ്യതയുമില്ല. ഏതായാലും അതുകൊണ്ടായിരിക്കും സസ്പെൻഷനിലേക്ക് എത്തുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നേരത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി വേണമെങ്കിൽ തടിയൂരാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരോപണങ്ങൾ കടുപ്പിച്ചിരിക്കുന്നു. പ്രൊസീജിയറൽ ലാബ്സ് എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് DGPയുടെ റിപ്പോർട്ടിൽ തന്നെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാവുന്നു. മറുഭാഗത്ത് വിജിലൻസ് അന്വേഷണം നടക്കുന്നു അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ സസ്പെൻഷനിലേക്ക് തന്നെ നയിച്ചേക്കാവുന്ന കണ്ടെത്തലുകൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ സസ്പെൻഷൻ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ നാളെ ഒരു ചോദ്യം സ്വാഭാവികമാണ്, എന്തുകൊണ്ട് ഇത്ര വൈകി എന്ന ചോദ്യവും പ്രതിപക്ഷം ഉന്നയിക്കില്ലേ ശ്രീജിത്ത്? അരുൺ, സസ്പെൻഷനിലേക്ക് കടക്കാൻ പര്യാപ്തമായ ചില കാരണങ്ങൾ സർക്കാരിന് മുന്നിൽ അജിത് കുമാറിനെതിരെ വന്നിട്ടുണ്ട് എന്ന കാര്യം ഒരു വസ്തുതയാണ്. അത് ഈ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയല്ല. അതിനേക്കാൾ ഗൗരവതരമായ കാര്യം തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൽ ADGPയുടെ വീഴ്ച സംസ്ഥാന പോലീസ് മേധാവി ചൂണ്ടിക്കാണിക്കുന്നതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സാമൂഹിക അന്തരീക്ഷം തകർക്കാനായി നടന്ന ആസൂത്രിത ശ്രമം എന്നാണ് ഈ തൃശ്ശൂർ പൂരം കലക്കലിനെ പറ്റി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. അപ്പോൾ കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷം തകർക്കാൻ, അതും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ട് സാമൂഹിക അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത്, ആ കാര്യത്തിൽ ഒരു സംസ്ഥാനത്തെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥന് വീഴ്ച വന്നു എന്ന് പറയുന്നത് ഗുരുതരമായ ഒരു കുറ്റമാണ്. ആ കുറ്റം ചൂണ്ടിക്കാണിച്ച് ഒരു പക്ഷേ ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ പര്യാപ്തമായ കുറ്റമാണ്. എന്നാൽ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ ഒരു പ്രൊസീജിയറൽ ലാപ്സ് ഉണ്ടായി, അല്ലെങ്കിൽ സർക്കാരിൻ്റെ നയത്തിനും നിലപാടിനും വിരുദ്ധമായ ഒരു ഇടപെടൽ എന്ന നിലയ്ക്ക് മാത്രമേ അതിനെ കാണാൻ കഴിയൂ. കുറച്ചുകൂടി ഗുരുതരമായ കുറ്റം അജിത് കുമാറിൽ ആരോപിക്കുന്നത് തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മേൽനോട്ടത്തിലുണ്ടായ വീഴ്ചയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, വ്യക്തിപരമായ സാന്നിധ്യം തൃശ്ശൂരിൽ ഉണ്ടായിരുന്നിട്ടും ആ വിഷയങ്ങളിൽ ഇടപെട്ട് അതിന് രമ്യമായ പരിഹാരം കണ്ടെത്തുന്നതിനും അത്തരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങളെ തടയുന്നതിനും അത് ശ്രമിച്ചില്ല എന്നത് ഗുരുതരമായ ഒരു ആക്ഷേപമായി നിൽക്കുന്നു. സാമൂഹിക അന്തരീക്ഷത്തിന് വിഘാതമായ ഒന്നായി ആ പൂരം കലക്കൽ നമ്മുടെ അന്വേഷണ റിപ്പോർട്ട് ഇനിയും എത്തിയിട്ടില്ല. ആ അന്വേഷണ റിപ്പോർട്ട് ഇനി എത്താൻ വൈകുകയും ചെയ്യും. അതിൽ പ്രാഥമികമായ നിരീക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ DGPയുടേത്. അത് ഈ സസ്പെൻഷന് പര്യാപ്തവുമല്ലല്ലോ ശ്രീജിത്ത്.
അല്ല, പക്ഷേ എങ്കിൽ പോലും ഈ സംസ്ഥാന പോലീസ് മേധാവി അക്കാര്യത്തിൽ ADGP MR അജിത്കുമാറിന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ വീഴ്ചയുടെ വിശദാംശങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിശദമായ ഒരു തുടരന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. എന്നാൽ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ കാര്യത്തിൽ മാത്രം ഒരു സസ്പെൻഷൻ പോലുള്ള നടപടിയിലേക്ക് പോകാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ഉദ്യോഗസ്ഥരും അത്തരമൊരു മറുപടിയല്ല നമുക്ക് ലഭിക്കുന്നത്. കാരണം അതിന് സസ്പെൻഷൻ പോലുള്ള ഒരു വലിയ അച്ചടക്ക നടപടി നേരിടാനുള്ള ഒരു പര്യാപ്തമായ കുറ്റമാണോ എന്ന് സംശയം നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും സർക്കാരാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അങ്ങനെ സസ്പെൻഷൻ പോലുള്ള നടപടികൾ വന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെയോ കോടതിയെ സമീപിക്കാൻ ഇപ്പോൾ DGP കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തും. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള DGPയുടെ അന്വേഷണ റിപ്പോർട്ട് വരുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ സസ്പെൻഷൻ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും എന്നുള്ളതാണ്. എന്തായാലും ADGP MR അജിത്കുമാറിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്ലിഫ് ഹൗസിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നു. ആ സീറ്റും റോഷിപാലും ഉമേഷും നൽകും കൂടുതൽ വിവരങ്ങൾ.